യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് പോലീസിന്റെ നടപടി. അടൂരിലെ വീട്ടിൽ നിന്നാണ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിലേക്ക് കൊണ്ടുപോയി എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ വരുന്ന വാർത്തകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അക്രമമായി വീണ്ടും എത്തിയെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നൽകാനുള്ളത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അക്രമ സമരവുമായി ബന്ധപ്പെട്ടാണ് രാവിലെ അടൂരിലെ വീട്ടിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം സ്റ്റേഷനിലേക്ക്, തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ എടുക്കാനായി ഫോർട്ട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ മുതലാണ് ഈ അക്രമം വീണ്ടും യൂത്ത് കോൺഗ്രസ് അക്രമം അഴിച്ചുവിടാൻ തുടങ്ങിയത്. അവിടെ വെച്ച് പോലീസിന്റെ വാഹനം, ഈ പ്രതിയുമായി വന്ന പോലീസിന്റെ വാഹനം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തടയുന്നു. പിന്നീട് പോലീസുമായി സംഘർഷമുണ്ടാകുന്ന സാഹചര്യം. അവിടെ നിന്ന് വലിയ പണിപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വഞ്ചൂർ കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി നടപടി പൂർത്തിയാകും. റിമാൻഡ് ആകുമോ എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വളരെ ഗൗരവതരമായ കേസാണ്. അക്രമസമരം അന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസുകാരെ അടക്കം തെരഞ്ഞുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ മാരകമായി ആക്രമിക്കുന്നു. വലിയ പട്ടിക കഷ്ണവും വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാർക്ക് മാരകമായി പരിക്കേറ്റിരുന്നു. മ്യൂസിയം സിഐയുടെ കൈക്ക് പൊട്ടലുണ്ടായി. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. വനിതാ പോലീസുകാരെ ആക്രമിച്ചു. വനിതാ പോലീസിന്റെ വാഹനം അടിച്ചു തകർക്കുന്നു. ആ രീതിയിലുള്ള വലിയ അക്രമമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഈ കേസിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഒന്നാം പ്രതി. 4ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലും വീണ്ടും അക്രമ സമരം നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ പേരിൽ അറസ്റ്റിലായ സംസ്ഥാന നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും വലിയ തരത്തിലുള്ള അക്രമങ്ങൾ 14 ജില്ലകളിലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയാണ്. അന്ന് തന്നെ നമ്മളടക്കം കണ്ടതാണ്. അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അനുരാഗ് തന്നെയായിരുന്നു. വലിയ തരത്തിലുള്ള അഴിഞ്ഞാട്ടമായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയും ചെയ്തു. യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസിന് നേരെ ഏകപക്ഷീയമായി ആക്രമണം നടത്തുകയും ചെയ്തു. വളരെ കൃത്യമായ നിയമ നടപടിയിലേക്കാണ് പോലീസ് പോവുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമെന്ന രീതിയിൽ കോടതിയിൽ ഹാജരാക്കുന്നു. ഇനി റിമാൻഡ് ചെയ്യുമോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുക. അതിൻ്റെ പേരിൽ, ഒരു അക്രമത്തിൻ്റെ പേരിൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ നേരിടുന്നത് മറ്റൊരു അക്രമം കൊണ്ട്. അതുതന്നെയല്ലേ ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വരും മണിക്കൂറിലും അത് തന്നെയാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടമെന്നോളമാണ് പ്രതിയുമായി എത്തിയ മെഡിക്കൽ പരിശോധന പൂർത്തിയായ ശേഷം പ്രതിയുമായി പുറത്തേക്കിറങ്ങിയ പോലീസ് വാഹനം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഷജീറിൻ്റെ നേതൃത്വത്തിൽ തടയുകയും പിന്നാലെ പോലീസിന് നേരെ ആക്രോശിച്ചെത്തുകയും പോലീസുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തത്. അവിടെ നിന്ന് പോലീസ് വലിയ പണിപ്പെട്ടാണ് കോടതിയിലേക്ക് ഇയാളെ ഹാജരാക്കിയത്. എന്തായാലും വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമ സമരം തന്നെയായിരിക്കും ഇവർ നടത്തുക. കാരണം അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം നമ്മൾ രാവിലെ തിരുവനന്തപുരത്ത് കണ്ടു. എന്തായാലും വരും മണിക്കൂറിൽ എന്തായിരിക്കും യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്? ഒരു അക്രമ സമരത്തിൽ കൃത്യമായ നിയമ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ വീണ്ടും അതിനെ മറയ്ക്കാൻ അക്രമവുമായി തന്നെ ഇവർ രംഗത്തെത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം 14 ജില്ലകളിലും ഈ സംഘർഷം നടത്തുമെന്നുള്ള കാര്യം, പ്രതിഷേധം നടത്തുമെന്നുള്ള കാര്യം ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പല കോൺഗ്രസിന്റെ നേതാക്കളും രംഗത്തെത്തി. അല്പസമയം മുൻപ് എം ഹസൻ കോടതിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി തന്നെ പ്രതികരിച്ചത് നാടകീയമായ രംഗങ്ങളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തന്നെ നിയമ നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാവിലെ പ്രതിയുടെ അടൂരുള്ള വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നാലെ കൃത്യമായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ കൃത്യമായി നിയമ നടപടി, അതിന്റെ വശങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും അന്ന് നടന്ന കാര്യങ്ങൾ അത് ദൃശ്യങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ്. ഏത് തരത്തിലാണ് സമരം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒരു തരത്തിൽ തലസ്ഥാന നഗരം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അക്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയത്. അതിലാണ് ഇപ്പോൾ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അക്രമ സമരത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
അതിൻ്റെ ഭാഗമായി നിയമ നടപടികളുടെ ഭാഗമായി ഇപ്പോൾ വൈദ്യപരിശോധന, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കും. ഇതിൻ്റെ പേരിൽ സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയാണ്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അനുരാഗ് നൽകിയത്.